ഹലോ ഗൈസ്, ഇന്നൊരു ഓഫ് ഡേ ആയതുകൊണ്ട് ഞാൻ നവാസ്കിൻ രാവിലെ പ്ലാൻ ചെയ്യുന്നു ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാമെന്ന്. അപ്പോൾ നവാസ്കക്ക് എമിറേറ്റ്സ് മാളിൽ പോയിട്ട് അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരെ ഒന്ന് കാണണം. അങ്ങനെ രാവിലെ പറയുന്നത്, പക്ഷേ ഒരു വൈകുന്നേരമായിട്ടും ഞങ്ങളൊന്നും പോകാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അഞ്ചിത്ത് വിളിക്കുന്നുണ്ടായിരുന്നു, മാർക്കം കൊണ്ട് ഇറങ്ങിയിട്ട് നമുക്ക് കാണാൻ പോയാലോ. അപ്പോൾ അങ്ങനെ എമിറേറ്റ്സ് മാളിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയതാണ്. ഹലോ ഗായ്സ്, എന്തെല്ലാം വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഇപ്പോൾ യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ഏത് തുറന്നാലും കാണാൻ പറ്റുന്നത് മാർക്കോ ഫിലിമിനെ പറ്റിയാണ്. അടിപൊളി ഫിലിമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഞങ്ങളൊന്ന് പോയി കാണട്ടെ. ഇപ്പോൾ ഞാനുണ്ട്, നവാസ്കുണ്ട്, രാഗിനുണ്ട്. ഞങ്ങളൊന്ന് പോയിട്ട് എന്ത് ചെയ്യാം, ഫിലിം കാണട്ടെ. പടം എന്തായാലും ഹിറ്റാണ്. പിന്നെ ചെറിയ മക്കളും പെണ്ണുങ്ങളൊന്നും കാണരുതെന്നൊക്കെയാണ് പറയുന്നത്. അത്രക്ക് വയലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് പടത്തിൽ. എന്തായാലും പോയിട്ട് ഞങ്ങളുടെ അഭിപ്രായം കൂടെ ഞങ്ങൾ പറയാം. ടിക്കറ്റ് കിട്ടുമോയെന്ന് അറിയില്ല കേട്ടോ. ഇന്ന് സൺഡേ ആണ്. അതുപോലെ ഞങ്ങൾ പോകുന്നത് പറഞ്ഞാൽ ഇവിടെ ബത്തൂത്ത അടുത്ത് ഞങ്ങൾക്ക് തിയേറ്റർ ഉള്ളത്, പക്ഷേ ബത്തൂത്ത ഇപ്പോൾ ക്ലോസ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നത് എമിറേറ്റ്സ് മാളിലേക്കാണ്. അപ്പോൾ പോയിട്ട് ഞങ്ങൾ നോക്കിയിട്ട് പറയാം പടം എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് ഞങ്ങളേതായിട്ടുള്ളൊരു റിവ്യൂ ഞങ്ങൾ ചെയ്യാം. ഓക്കെ, റിവ്യൂ എല്ലാം നോക്കുമ്പോൾ അടിപൊളിയാണെന്ന് നമ്മളെന്തായാലും പോയി നോക്കട്ടെ അല്ലേ രാഗിബ, എന്നിട്ട് നമുക്ക് നമ്മളെ അഭിപ്രായം പറയാം. പോയിട്ട് കാണട്ടെ എങ്ങനെയാണെന്ന്. നാട്ടിലെ നല്ല അഭിപ്രായമാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ. നവാസ്ക എങ്ങനെ? അതന്നെ, നമ്മള് മറ്റുള്ളവർ അഭിപ്രായം നമുക്ക് നോക്കണ്ട. പിന്നെ കൂടുതൽ ആൾക്കാർ അഭിപ്രായം പറഞ്ഞുള്ളത് എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മുടെ അഭിപ്രായം ഉണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ വൈബല്ലേ. പിന്നെ എന്താ പറയാ, ഉണ്ണി മുകുന്ദനെ എനിക്ക് വലിയൊരു ഇഷ്ടമല്ല. എന്താ പറയാ, അങ്ങനല്ല, ഫാനൊന്നുമല്ല. പക്ഷേ ഈ പടം കണ്ടാൽ മിക്കവാറും ഫാനാകാൻ സാധ്യതയുണ്ട്. നോക്കാതായാലും പോയിട്ട്. ഇപ്പോൾ അടുത്ത ആ ഒരു വീഡിയോ അല്ലേ റിവ്യൂ പറയുന്ന പോലെ, ആ ഒരു വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1 വീക്ക് മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. പിന്നെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് ഓൺ വോയിസ് കൊടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റായി അപ്ലോഡ് ചെയ്യുക, അതുകൊണ്ടാണ്. പിന്നെ അംജിത്ത് വർക്ക് ചെയ്യുന്നത് വാൾമൗണ്ടിലാണ്. അപ്പോൾ അവനെ പരിചയം എന്ന് പറയുന്നത് നവാസ് ഖാൻ്റെ കെയർ ഓഫിൽ അങ്ങനെ പരിചയപ്പെട്ടതാണ്. അവർ ലാസ്റ്റ് റംസാൻ ടൈമിന് പിന്നെ ഡി പി വേൾഡ് മറ്റേ ടെൻറ്റിൽ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വളണ്ടിയറായിട്ടുണ്ടായിരുന്നു നവാസ്ക അംജിത്തൊക്കെ. അപ്പോൾ അങ്ങനെ നവാസ്ക അംജിത്തിനെ അവിടുന്ന് പരിചയപ്പെടുകയാണ്. അതിനുശേഷം അവർ കട്ട ചങ്കായിട്ട് മാറുകയായിരുന്നു. അങ്ങനെ നവാസ്കൻ്റെ കെയർ ഓഫിൽ പരിചയപ്പെട്ടതാണ് അംജിത്തിനെ. അതിനുശേഷം ഇപ്പോൾ റൂമിലൊക്കെ വരും, അങ്ങനെയുള്ള പരിചയമായിരുന്നു. അപ്പം അവനെപ്പറ്റി പറയുകയാണെങ്കിൽ അവനൊരു എന്താ പറയുക എല്ലാ കഴിവുകളുള്ള ഒരു എന്താ പറയുക എല്ലാം നല്ലോണം പാടും, നല്ല കഴിവൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അവൻ. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ എത്തി, എമിറേറ്റ്സ് മാളിലെത്തി. ഇവിടുന്ന് ടിക്കറ്റ് കിട്ടുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് അവൻ എനിക്ക് വീഡിയോ എടുക്കുന്നതിനെ പറ്റി ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് കുറച്ച് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കിട്ടി. അതൊക്കെ ഞാൻ പറഞ്ഞ ഓൺ വോയിസ് കൊടുക്കാൻ കുറച്ച് മടിയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ കുറച്ച് എനിക്ക് ധൈര്യം പകർന്നു തരുമായിരുന്നു. അവിടുന്ന് ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ലേറ്റായി നമ്മൾ എത്തുമ്പോൾ ടിക്കറ്റ് കിട്ടുമെന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നാളെ രാവിലെ ഡ്യൂട്ടിക്കും പോകണം. അങ്ങനെ 9 മണീൻ്റെ ആ ഷോ ഒക്കെ കണ്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. അടുത്തത് അവിടെ എമിറേറ്റ്സ് മാളിൽ തന്നെ, അതിനടുത്ത് തന്നെ ലുലു ഇല്ലേ, അവിടെ പിന്നെ നവാസ്ഖാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. നവാസ്ഖാൻ്റെ അല്ല, ഞങ്ങളെ ഫ്രണ്ടാണ്. എനിക്ക് നവാസ്ക അറിയുന്നതാണ്. പിന്നെ നവാസ്കക്ക് വേറെ ആരെയോ കാണാനുണ്ട്. അങ്ങനെ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അതിനിടയിൽ നമ്മൾ കണ്ട റിവ്യൂ പറയും. രോമാഞ്ചിഫിക്കേഷൻ എന്താ പറയാ, ഒരു രക്ഷയില്ല. ഫൈറ്റ് സീനൊക്കെ ഏത് ലെവല് സൂപ്പറായിട്ട്. എന്താ പറയാ, ഈ മലയാളത്തിൽ നിന്നില്ല ഞാൻ കണ്ടേല്, നമ്മളെ മലയാള സിനിമയില് ഇജാതി ഒരു പടം. മുകുന്ദൻ ഒരു രക്ഷയില്ല. വില്ലൻ റോളൊക്കെ ഒരു മാതിരി, ഒന്നും പറയാനല്ല. പോയി കണ്ടോളി പറഞ്ഞാല് എന്താ പറയാ, പേടിയില്ലോല് പോയി കാണണ്ട. ഒരു രക്ഷയില്ലാത്ത എന്താ സംഗതികളാണ് അതിൽ കൊണ്ടുവന്നത്. കണ്ടോ നമ്മളെ റിവ്യൂ പറയാൻ എങ്ങനെയുണ്ട്? നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാണ്. ഇപ്പം അതാണല്ലോ ട്രെൻഡ്. കുഴപ്പമില്ലായിരിക്കും അല്ലേ? അവിടുന്ന് നേരെ ലുലുവിൽ വന്ന്, പിന്നെ ഇവിടെ ഒരു ജിമ്മുണ്ട്. നമ്മുടെ ഫ്രണ്ട് അമീൻ അവിടെയാണ് ജിം ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവനെ കണ്ടു. അതിനകത്തുനിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവനായിട്ട് നേരെ പുറത്തിറങ്ങി ലുലുവിലൊക്കെ ഒന്ന് കറങ്ങി. താഴെ വന്നൊരു ചായയൊക്കെ കുടിച്ച് കുറച്ച് സംസാരിച്ചിരുന്നു. അപ്പോഴേക്ക് പിന്നെ നവാസ്കൊക്കെ കുറച്ച് തിരക്കായി. രാവിലെ ഡ്യൂട്ടിക്ക് പോകണം, 12 മണിയൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് നേരത്തെ ഡ്യൂട്ടിക്ക് പോകണം നവാസ്കൊക്കെ, അതാണ് ഇങ്ങനെ തിരക്കാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ വരുന്ന വഴിയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നേരെ റൂമിലേക്ക് വിടുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു, ബൈ.